Hi friends, എല്ലാവർക്കും റാന്നിക്കാൻ മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന കുവൈറ്റിലെ ഫിഷ് മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് ഫിഷ് മാർക്കറ്റിലെ വിശേഷങ്ങളിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് കുവൈറ്റ് സിറ്റിയിലെ ഷെറക്കിലുള്ള മീൻ മാർക്കറ്റിലെ വിശേഷങ്ങളാണ്. ഈ കാണുന്നതാണ് മീൻ മാർക്കറ്റ്. നമുക്ക് മീൻ മാർക്കറ്റിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം. രാവിലെ 7 മണി തൊട്ട് ഇവിടെ മാർക്കറ്റ് ഓപ്പണാണ്. നമുക്ക് ഇനി മാർക്കറ്റിനകത്തോട്ട് കിടക്കാം. ഈ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സൈഡ് മുഴുവൻ വെജിറ്റബിൾ മാർക്കറ്റാണ്. വെജിറ്റബിളും അതുപോലെ തന്നെയുള്ള ചെറിയ ചെറിയ ഷോപ്പുകളുമാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ ഷോപ്പുകളാണ്. ഈ കാണുന്നതെല്ലാം ഫ്രഷായ വെജിറ്റബിളാണ്. ഇവിടെ ഫ്രഷ് വെജിറ്റബിൾസ് ആണ്, ഡയറക്റ്റ് വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈന്തപ്പഴമാണ്. വ്യത്യസ്ത തരത്തിലുള്ള ഈന്തപ്പഴം, നന്നായി പഴുത്തതും പകുതി പഴുത്തതും പച്ചയായതും പല വെറൈറ്റീസിലുള്ള ഈന്തപ്പഴങ്ങളാണ്. ഈ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം പച്ചക്കറി മേടിക്കാനും മീൻ മേടിക്കാനുമായിട്ട് ഒറ്റ മാർക്കറ്റിലോട്ട് പോയാൽ മതി. ഇവിടെ നിന്ന് തന്നെ എല്ലാം നമുക്ക് മേടിച്ചുകൊണ്ട് പോകാവുന്നതാണ്. ഇവിടെ നിന്ന് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമുക്ക് സാധനങ്ങൾ വാങ്ങാവുന്നതാണ്. വെജിറ്റബിൾസ് മാത്രമല്ല, നല്ല ഫ്രഷ് ഫ്രൂട്ട്സും ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. മാർക്കറ്റിൽ വലിയ തിരക്കൊന്നും ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. നമ്മളിതിപ്പോൾ രാവിലെയാണ് വന്നേക്കുന്നത്. ഒരു 9 മണി ആയതേ ഉള്ളൂ ഇവിടെ കുവൈറ്റ് ടൈം. ഈന്തപ്പഴങ്ങളൊക്കെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വായിക്കൂടെ വെള്ളം വരും. നല്ല ഫ്രഷ് ഈന്തപ്പഴം. ഈ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് അറബികൾ ഉൾപ്പെടെ ഇന്ത്യൻസും എല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. നമുക്കിനി ഫിഷ് മാർക്കറ്റിനകത്തോട്ട് കിടക്കാം. ഇവിടുത്തെ ഒരു മാർക്കറ്റിൻ്റെ പ്രത്യേകത കണ്ടില്ലേ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എപ്പോഴും ഇവിടെ കഴുകി വൃത്തിയാക്കി ഇടുന്നുണ്ട്. അതിനുവേണ്ടി പ്രത്യേക ആൾക്കാർ ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, മുനിസിപ്പാലിറ്റി. ഈ മെയിൻ മാർക്കറ്റിനകത്തുനിന്ന് നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും മീൻ മേടിക്കാവുന്നതാണ്. ഹോട്ടലുകളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് രാവിലെ തന്നെ വന്നു കഴിഞ്ഞിട്ട് നല്ല ഫ്രഷ് മീൻ അവർ ഹോൾസെയിലായിട്ട് മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ മീനുകളും, ചെറുതും വലുതുമായ എല്ലാ മീനുകളും ഇവിടെ ലഭിക്കും. കൂരി, മോത, നെമ്മീൻ, അതുപോലെ പിന്നെ ചെറിയ മീനുകളായ മത്തി, അയല, കിളിമീൻ, അയലക്കൊഴുവ. അതുപോലെ ഇവിടെ നിന്ന് നമുക്ക് കൊട്ടയിൽ ലേലം വിളിച്ച് എടുക്കാവുന്നതാണ്. ഒരു കൊട്ട മീൻ ഒറ്റയടിക്ക് നമുക്ക് ലേലം വിളിച്ച് എടുക്കാവുന്നതാണ്. ഞാനൊരു കാളാഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് ഇനി അവരുടെ ഇവിടെ നമുക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തന്നെ ശരിയാക്കി തരും. വെട്ടിത്തരുന്നതാണ്. അവരുടെ കൊടുത്ത് വെട്ടിയെടുപ്പിക്കണം. വളരെ വ്യത്യസ്തമായ പലതരം മീനുകളും ഇവിടെ ലഭ്യമാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേരുകൾ എനിക്കറിയത്തില്ല. നമുക്ക് ഈ മാർക്കറ്റ് എല്ലാം ഒന്ന് ചുറ്റി നടന്ന് കാണാം. ഇവിടെ ഏതൊക്കെ ടൈപ്പ് മീനുകളുണ്ടെന്നുള്ളത് കണ്ടില്ലേ. വ്യത്യസ്തമായ പല ടൈപ്പ് മീനുകളുമുണ്ട്. കൊഞ്ചിരിക്കുന്നുണ്ടോ കൊട്ടയിൽ. അതുപോലെ അതിൻ്റെ സൈഡിൽ ഐസ് വെച്ചേക്കുന്നത്, ഐസ്
ആവോലിയൊക്കെ നല്ല ഫ്രഷ് ആവോലി ഉണ്ടോ, ഫ്രഷ് ആവോലിയൊക്കെ ഇരിക്കുന്നുണ്ടോ. ഈ മാർക്കറ്റിനകത്തെ ഓരോ ഷോപ്പുകളും ലേലം പിടിച്ചാണ് ഇവിടെ കച്ചവടം നടക്കുന്നത്. ഈ മാർക്കറ്റിലെ ഓരോ സ്റ്റാളുകളും കുവൈറ്റിയുടെ അണ്ടറിൽ നിന്ന് മലയാളികൾ ഉൾപ്പെടെ ഉള്ള ഇന്ത്യക്കാരെ, ബംഗാളികളെ, പാകിസ്ഥാനികളെ അവരൊക്കെ ലേലം വിളിച്ചേക്കുവാണ്. ഈ മീനുകളിങ്ങനെ അടുക്കി വെച്ചേക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭൂതിയാണ്. നല്ല രസമാണ് ഇതിങ്ങനെ കാണാനായിട്ട്. കുവൈറ്റിലുള്ള ഒരു 90% ആൾക്കാരും ഒരു പ്രാവശ്യമെങ്കിലും ഷർക്കിലെ മീൻ മാർക്കറ്റ് സന്ദർശിച്ചവരാണ്. നമ്മുടെ എല്ലാത്തരം ഇന്ത്യൻ മത്സ്യങ്ങളും ഇവിടെ ലഭ്യമാണ്. കിളിമീൻ, മത്തി, അയല, അയലക്കൊഴുവ, അതുപോലെ പൊടിമീനുകൾ. ഒരു 6 നെമ്മീൻ ഇരിപ്പുണ്ട്. ഇതിൻ്റെ തലയുണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്കട്ടെ. തലയുണ്ടെങ്കിൽ നമുക്കൊരു തലയെടുക്കാം. ആ മീനിൻ്റെ വലിപ്പം കണ്ടില്ലേ, എന്നാ വലിപ്പം. ഒരു 20 കിലോയെങ്കിലും കാണും ഈ മീൻ. ഇത് തല ഉൾപ്പെടെയായിട്ടും കൊടുക്കും, തലയില്ലാതെ പീസ് മാത്രമായിട്ടും കൊടുക്കും. ഇവിടെ തലയില്ല, ഇതിൻ്റെ തല ഓൾറെഡി കച്ചവടം ചെയ്തു. നമുക്ക് നോക്കാം വേറെ ഉണ്ടോയെന്ന്. മുന്നോട്ട് പോവാം. ഇനി നമുക്ക് ഉണക്കമീൻ വെച്ചേക്കുന്ന സൈഡിലോട്ട് പോവാം. കണ്ടില്ലേ, ഉണക്കമീൻ നല്ല ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഞണ്ട് ഇരിക്കുന്നുണ്ടോ. ആ വെള്ള ആവോലിയുടെ ഇരിപ്പ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ. നല്ല സെറ്റായിട്ടാണ് ഇവർ അടുക്കി വെച്ചേക്കുന്നത്. ഇത് ഒരു സിറിയൻ കച്ചവടക്കാരനാണ്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുക്കുന്നത്. ഞാനിവിടെ നിന്ന് വീഡിയോ പിടിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ നിന്ന് ഒരെണ്ണം എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ കടയുടെ ഫ്രണ്ടിൽ നിന്ന് ഒരെണ്ണം എടുക്കുന്നതാണ്. അതുപോലെ ബംഗാളികളുണ്ട്, എല്ലാ നാട്ടുകാരും ഉണ്ട്. എല്ലാ നാട്ടുകാർക്കും അവരവരുടെ കടകളിൽ നിന്നാണ് അവരവർ മീൻ മേടിക്കുന്നത്. നമ്മൾ ഇച്ചിരി വറക്കാനായിട്ട് ഒരു കൊട്ട മീൻ മേടിച്ചായിരുന്നു. അതിവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, തലയും വാലും എല്ലാം വെട്ടി നല്ല ക്ലീനാക്കി തരും. പിന്നെ എങ്കിലും നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പണിയുണ്ട്. ഈ കടയിൽ ഒരു തലയുണ്ടെന്നൊരു ചേട്ടൻ പറഞ്ഞു. നമുക്ക് നോക്കാം. അടിപൊളി അടാറ് തല. ഇതൊന്ന് ശരിയാക്കാമെന്ന് നോക്കട്ടെ. അയ്യോ, നമ്മളെ കൊണ്ട് നടക്കില്ല. ഇത് റെഡിയാക്കാനായിട്ട് ഞാൻ ആ ബംഗാളി ചേട്ടൻ്റെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അവർക്കിതൊരു പ്രത്യേക കഴിവാണ്. വളരെ സിമ്പിളായിട്ട് അവർ അത് വെട്ടിമുറിച്ചത് കണ്ടില്ലേ. നമ്മളെ കൊണ്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്ര ഈസി ആയിട്ട് ഇത് വെട്ടിമുറിക്കാൻ പറ്റില്ല. വളരെ സിമ്പിളായിട്ടാണ് അവരത് കട്ട് ചെയ്തത്. മാർക്കറ്റ് വന്നപ്പോൾ തൊട്ട് ഞാനൊരു തല തപ്പി നടക്കുമായിരുന്നു. തലക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിക്കൊരു പ്രത്യേക ഇതാണ്. തലക്കറിയും കപ്പയും. അപ്പോൾ ആവശ്യത്തിനുള്ള മീനായിട്ടുണ്ട്. ഇനി ഞാൻ പോവുകയാണ്. അപ്പോൾ ഈ മീനെല്ലാം ഒരു കവറിലാക്കി സെറ്റായിട്ട് തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ആവശ്യത്തിന് മീൻ മേടിച്ചിട്ടുണ്ട്. തലയുണ്ട്, വറക്കാനുള്ള മീനുണ്ട്, എല്ലാം ഉണ്ട്. തലക്കറിയുടെ വീഡിയോ വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവർ സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ. സീ യു. ബൈ. Thank you for watching my video.